السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ പ്രിയ ജഡ്ജസ്, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുത്താലിം സുഹൃത്തുക്കളെ, അതിവിശാലമായ ആമുഖങ്ങളിലേക്കൊന്നും കടക്കാതെ അറിവിന്റെ മഹാത്മ്യങ്ങളുടെ കലവറ എന്നതിനെ കുറിച്ച് അല്പം മാത്രം പറഞ്ഞ എൻ്റെ വാക്കുകൾക്ക് വിട പറയാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണോ എന്ന ഖുർആനിലെ ചോദ്യം വളരെയധികം പ്രസിദ്ധമാണ്. അറിവും വിവേകവുമാണോ മറ്റിതര ജീവികളിൽ നിന്നോ മനുഷ്യനെ വ്യതിരക്തനാക്കുന്നത്? മനുഷ്യൻ പ്രധാനമായും അറിവിന് വിവിധ തലങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ വിജ്ഞാനത്തിന്റെ പ്രാരംഭം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ വിജ്ഞാനത്തിന്റെ പാണ്ഡിതി അവൻ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്ന് വളർന്ന് പന്തലിക്കാനിരിക്കുന്ന ഒരു അവിഭാജ്യ ഘടകത്തെ കുറിച്ച് തന്നെയാണോ ഞാനും നിങ്ങളും ചർച്ച ചെയ്യാനുള്ളത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം മനുഷ്യനെ തിരിച്ചറിവുള്ളവനാക്കുന്നു. അതിൽ വിശിഷ്ടമായ ലക്ഷ്യങ്ങളുണ്ട്. അറിവിന്റെ പണ്ടാരപ്പുരകളായി ഗുർബോടെ നടക്കാനല്ല യഥാർത്ഥത്തിൽ ജ്ഞാനി. തന്റെ ചുറ്റുമുള്ളതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന രൂപത്തിൽ കണ്ണടച്ചിരിക്കുന്നവനുമല്ല. അക്കാഡമിക് യോഗ്യത കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താനാകില്ല ജ്ഞാനിയെ. അറിവ് നേടിയവൻ സക്രിയനായിരിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. അറിവിൽ നിന്ന് ഉരകം കൊള്ളിക്കുന്ന തിരിച്ചറിവാണ് പ്രധാനം. പ്രയോഗിക്കാത്ത അറിവിനെ പിശുക്കന്റെ ക്ലാവ് പിടിച്ച നാണയത്തിനോടാണോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചിട്ടുള്ളത്? അറിവ് നേടിയ ധർമ്മകാരികളെ ഉയർത്തുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഇതേ ആശയത്തിലേക്ക് തന്നെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വാക്കുകൾക്ക് വിരൽ ചൂണ്ടുന്നത്? അറിവുള്ളവൻ ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നവനാകണം. അറിവ് എങ്ങനെയാണോ മഹത്വവൽക്കരിക്കപ്പെടുന്നത്? മതവിജ്ഞാനം, ഭൗതിക വിജ്ഞാനം എന്നിങ്ങനെ പരന്നു കിടക്കുന്നതാണോ വിദ്യാഭ്യാസ ലോകം? അതിൽ നിന്ന് എന്ത് നേടിയെടുക്കണമെന്നാണ് പ്രധാനം. അറിവിൽ നിന്ന് എന്താണ് നേടിയെടുക്കേണ്ടത്? സാമൂഹിക ബോധം, ധാർമ്മിക ചിന്ത, അപരന്റെ വേദന തന്റെ നോവായി അനുഭവപ്പെടുന്ന മാനസിക തലം വരെ രൂപപ്പെടുത്തിയെടുക്കാനാകണം. എല്ലാത്തരം അറിവുകളെ വായിച്ചെടുക്കാൻ പ്രധാനമാകേണ്ടതോ മനുഷ്യ ചിന്ത എന്നുള്ളതിനോടാണ്. എന്നിരിക്കെ തന്നെ മൂലവക്തമായ വിദ്യാഭ്യാസമാണ് അവൻ പ്രധാനമാകേണ്ടത്. അത് മറ്റുള്ളവരിലേക്ക് പ്രയോഗിക്കാനാകണം. ഒരു വ്യക്തി തനിച്ചൊറ്റയ്ക്കൊരു ദ്വീപിൽ കൈയാണെന്ന് വിശ്വസിക്കുക. അദ്ദേഹം നേടിയ അറിവിന് എന്ത് പ്രശസ്തി? അറിവ് കുന്നുകൂടാനുള്ളത് അവൻ നമുക്ക് നേടിയെടുക്കാനുള്ളതാണ് താനും. വിജ്ഞാനമില്ലാത്തവന്റെ സാമൂഹിക ബോധ്യപ്പെടുത്തലുകൾ എന്തെല്ലാമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ ബെഞ്ചിലിരിക്കുന്ന സഹപാഠിയുടെ നെഞ്ചിലേക്ക് കട്ടാറെ കുത്തിയിറക്കി സ്വന്തം സംഘടനയുടെ ചിഹ്നമടയാളപ്പെടുത്തുന്ന പ്രബുദ്ധതയില്ലാത്ത കാലം. ആഭാസങ്ങൾ ആഘോഷങ്ങളാക്കുന്ന വർത്തമാന ക്യാമ്പസുകൾ തരുന്ന സന്ദേശങ്ങൾ വിജ്ഞാനത്തെ അധാർമിക ചിന്തയിലേക്ക് കൂപ്പുകുത്തിക്കുന്ന വിജ്ഞാനമില്ലാത്ത ലോകമല്ല നമ്മുടേതോ. മറിച്ച് പ്രകാശിതമായ ചുറ്റുപാടിലേക്ക് വായിച്ചെടുക്കാൻ സാധ്യമാകണം. ഈ രീതിയിൽ ഓരോ മനുഷ്യനിലും വിജ്ഞാനത്തിന്റെ സത്യയെ കുറിച്ചിടാനാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.